ഡിയേഴ്സ് ഫാഷൻ മേക്കിംഗ് ഡിസൈൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോട്ടൺ ഹെക്കോബയിൽ തന്നെ ഹെവി ആയിട്ട് എംബ്രോയിഡറി വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നുണ്ടോ. ഹെവി എംബ്രോയിഡറി സ്റ്റൈലാണ്, ഇങ്ങനെ ലെയേഴ്സ് ആയിട്ടാണ് ഈ എംബ്രോയിഡറി ഇതിൽ ചെയ്തിരിക്കുന്നത്. ഫുൾ വർക്ക് വന്നിരിക്കുന്ന കുട്ടി സെറ്റ്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് ടോട്ടലി 5 ലെയേഴ്സ് ആണ് ഈ എംബ്രോയിഡറി ആയിട്ട് ഇതിൽ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ അത് സ്ലീവ്സിലും ഒക്കെ അഡ്ജസ്റ്റ് വെച്ച് തയ്ച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്ലീവ്സിലൊക്കെ കൊടുക്കുക. അതുപോലെ ഉണ്ടാകും നല്ല ഹെവി വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജോർജറ്റിലും ഒക്കെ വരുന്ന പോലെ അത് യൂഷ്വലി ഇങ്ങനെ 3 ലെയേഴ്സോ അല്ല 2 ലെയേഴ്സൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുക. ഇതിൽ വന്നിട്ടുണ്ടോ ഹെവി ആയിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത്. അതും കോട്ടൺ ഹെക്കോബയാണ്. ആൻഡ് ദുപ്പട്ട വന്നിട്ടും ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട. എന്നിട്ട് സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. എൻ്റെ ബോർഡർ ലിനൻ കോട്ടൺ ഫാബ്രിക്കിലാണ്. സോ അത് ലൂസ് ആയിട്ടുള്ള ബോട്ടമൊക്കെ തയ്ക്കാൻ വളരെ കംഫർട്ടബിൾ ആണ് ഈ ഒരു ഫാബ്രിക്. നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് ലിനൻ കോട്ടൺ. ആ ഒരു ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം. ഇതാണ് ഓവറോൾ ലുക്ക്. കളർ ഷെയ്ഡ് ഒരു ടീൽ ബ്ലൂവിൻ്റെ തന്നെ ഡാർക്ക് കളിച്ചോട്ട് തെളിച്ചോ ഒരു ലൈറ്റ് ഡസ്റ്റി ഫിനിഷും വരുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. വർക്ക് സെയിം ഇതുപോലെ 5 ലെയേഴ്സ് ആയിട്ട്. ഇതിൽ കോമൺലി യൂസ് ചെയ്തേക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് പിങ്ക്, വൈറ്റും, ലീഫിലും സ്റ്റെമ്മിലും ഗ്രീൻ ടോണും, അങ്ങനെ 3 കളർ ഷെയ്ഡ്സ് ആണ് ഈ എംബ്രോയിഡറിയിൽ കൂടുതലായിട്ടും യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ വരും. ടോപ്പ് വന്നിട്ട് കോട്ടൺ ഹെക്കോബയാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടുമാണ് വരുന്നത്. ദുപ്പട്ടയിൽ വന്നിട്ട് പിങ്കും വൈറ്റും ഷെയ്ഡ്സിലാണ് അങ്ങനെ ഫ്ലവർ വർക്ക്സ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഫുൾ ദുപ്പട്ടയിൽ കൊടുത്തിട്ട് ബോർഡർ വന്നിട്ട് എല്ലാത്തിലും പിങ്ക് ഷെയ്ഡിൽ സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ് ചെയ്തേക്കുക. അടുത്തത് എല്ലാത്തിൻ്റെയും കോട്ടൺ ഹെക്കോബയുടെ ഡിസൈൻസിലെ ലൈറ്റ് വേരിയേഷൻസ് ഉണ്ട്. ഇതിൽ നോക്കിയാൽ മതി. ഇതുണ്ടോ ചെറിയൊരു ഷിഫ്ലി പോലത്തെ എംബ്രോയിഡറി വർക്കും ഇതിൽ ഇങ്ങനെ ചെറിയ എന്നിട്ട് കട്ട് വർക്ക് സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം കാണിച്ചതും ഇതും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ആ ഒരു കട്ട് വർക്കിൻ്റെ സ്റ്റൈലിൽ. ഇതൊരു വൈൻ പോലത്തെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതെൻ്റെ ദുപ്പട്ട വിത്ത് ലിനൻ കോട്ടൺ. ഇതിൽ വന്നിട്ട് PV സിൽക്കാണ്. 2 ടോൺ സ്റ്റൈലിൽ വരുന്ന ടൈപ്പ് ബോട്ടമാണ്. ഇതെല്ലാം നമുക്ക് ലൂസൊക്കെ ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ബോട്ടംസ് ആണ്. ഇങ്ങനെ ഒരു ഓവറോൾ ലുക്ക്. റേറ്റ് 1480 1480 ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് മെറൂൺ എന്ന് പറയത്തില്ല, മെറൂണൊക്കെ പോലെ നിൽക്കും. പക്ക മെറൂൺ അല്ല കേട്ടോ, കുറച്ചുകൂടെ ഒരു ലൈറ്റ് കളർ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. ഈ കോട്ടൺ ഹെക്കോബ ആയതുകൊണ്ടാണ് എല്ലാത്തിനും ഒരു ഡസ്റ്റി ലുക്ക് വരുന്നത്. ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. കോട്ടൺ ഹെക്കോബ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ്. ദുപ്പട്ട വന്നിട്ട് ദുപ്പട്ടയുടെ ഫാബ്രിക് ഗഡ്വാളിലാണ്. ഗഡ്വാളിലാണ് ആ ഒരു എംബ്രോയിഡറി ചെയ്തേക്കുക. ഇതിൽ ലിനൻ കോട്ടൺ ബോട്ടമാണ്. ചിലതിൽ PV സിൽക്കും ചിലതിൽ ലിനൻ കോട്ടൺ ഫാബ്രിക്കിലുമാണ് ബോട്ടം പേര് ചെയ്തേക്കുക. ഇതാണ് ലാസ്റ്റ് കളർ നേവി ബ്ലൂ. കണ്ടോ ഇതിൻ്റെ കട്ട് വർക്ക് ഡിസൈൻ കണ്ടോ, അതായത് കുഞ്ഞു റൗണ്ട്സ് പോലത്തെ കട്ട് വർക്ക് ആണ്. അതിൽ ഷിഫ്ലി സ്റ്റൈൽ എംബ്രോയിഡറി വർക്ക് വരുന്നില്ല. അതായത് എല്ലാത്തിലും ചെറിയ പാറ്റേൺസിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. നേവി ബ്ലൂ ഷെയ്ഡ് എംബ്രോയിഡറി കോമ്പിനേഷൻസ് എല്ലാത്തിലും സെയിം ആണ്. ദുപ്പട്ടയുടെ ബോർഡേഴ്സിൽ ആ ഒരു പിങ്കിന്റെ ടോണിലാണ് സ്കാലപ്പ് ഫിനിഷ്ഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ് നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. റേറ്റ് 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.